ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇന്ന് രാവിലെ 10-ന് പിറവത്ത് 2015 ഫെബ്രുവരി 7 ശനി മാം ഓഡിറ്റോറിയം. അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് അവതരിക്കുമ്പോൾ വാസ്തവത്തിൽ ലോക ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിച്ചുകൊണ്ടായിരുന്നു യേശുവിൻ്റെ വരവ്. ലോക ചരിത്രത്തിൻ്റെ ഗതിയെ മാറ്റിമറിച്ചു കളഞ്ഞു. യേശുവിൻ്റെ വരവ് ലോക ചരിത്രത്തിലൊരു നാഴികക്കല്ലും ആയിരുന്നു. AD എന്നും BC എന്നും കലണ്ടറിനെ സ്ഥാപിക്കുവാൻ യേശുവിൻ്റെ വരവ് കാരണമായി. ലോക ചരിത്രത്തിൽ തന്നെ മാനവരാശിയുടെ ജീവിതഗതിക്കും അത് വലിയ സ്വാധീനമായിരുന്നു യേശുവിൻ്റെ വരവ്. യേശുവിൻ്റെ വരവിനെ തുടർന്ന് ലോകത്ത് മാനവരാശിക്ക് വലിയൊരു പ്രത്യാശയുണ്ടായി. അവർ തകർന്ന് നശിച്ചു പോകുന്നവരല്ല, നിത്യജീവനെ പ്രാപിക്കുന്നവരാണ് എന്നുള്ള ആ വലിയ പ്രത്യാശ ഈ ലോകത്തെ മാനവരാശിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. യേശുവിൻ്റെ വരവ് അങ്ങനെ ലോക ചരിത്രത്തെ വിഭജിച്ചുവെങ്കിൽ അതുപോലെ തന്നെ യേശുവിൻ്റെ വരവ് ഓരോ വ്യക്തികളുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിപ്പാൻ പോവുകയാണ്. ഗുണ്ടുകാട് JP അണ്ണൻ എന്ന് വിളിക്കപ്പെടുന്ന കുപ്രസിദ്ധനായ ഒരു വ്യക്തി. അദ്ദേഹം ഒരു ഗുണ്ടയായിരുന്നു. ലോകത്തെ ആ പരിസരത്തെ വളരെ അധികം ഭയപ്പെടുത്തിയിരുന്ന, വിറപ്പിച്ചിരുന്ന ഒരു ഗുണ്ടയായിരുന്നു അദ്ദേഹം. JP അണ്ണൻ എന്ന് പറയുന്ന ഈ പ്രിയ സഹോദരനെ കർത്താവ് പിടികൂടി. അത്ഭുത സാക്ഷ്യമാണത്. അത് കേൾക്കുമ്പോൾ യേശു മുഖാന്തരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ആ അനുഗ്രഹകരമായ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഇത് അനുഗ്രഹമായിരിക്കും. തുടർന്ന് നടക്കുന്ന ആ സന്ദേശവും നമുക്ക് കേൾക്കാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി. ഇതാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി. വിവിധ ക്രിമിനൽ കേസുകളിൽ കുടുങ്ങി, അല്ലേ, കൂലിത്തല്ലൂക്കെ ആയിട്ട് അറിഞ്ഞ പേര് JP അണ്ണൻ. എവിടുന്നാ വരുന്നത്? ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം കൊണ്ടുകാടാണ്. 14 വയസ്സ് മുതൽ ഞാൻ അവിടെ അടിയും പിടിയൊക്കെ, ജനിച്ച നാൾ മുതൽ അടിയും പിടിയും എല്ലാം കണ്ടു വളർന്ന ആളാണ്. 16 വയസ്സ് തൊട്ട് ഞാനും അതിൽ ക്രിമിനൽ കേസിൽ പ്രതിയായി തുടങ്ങി. 39 കേസുണ്ടായി, കൊലപാതകം അടക്കം. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഇതാ യേശു ചെയ്യുന്നത്. മനുഷ്യനെ മതത്തിൻ്റെ വേഷം കെട്ടിക്കാനല്ല, മനുഷ്യനെ മനുഷ്യനാക്കാനാണ് യേശു വന്നത്. എല്ലാവർക്കും അനുഗ്രഹമുള്ളൊരു മനുഷ്യനാക്കാനാ യേശു വന്നത്. ആമേൻ. കർത്താവിനെ അറിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? TV പ്രോഗ്രാം കണ്ടിട്ട് ഞാൻ പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ മീറ്റിങ്ങിന് വന്നപ്പോൾ അവിടെ തോമസ് ബ്രദർ സ്റ്റേജിലേക്ക് ഇങ്ങനെ സഹോദരന്മാരെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്നവരാണ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വാതിലിൻ്റെ അവിടെ നിൽക്കാൻ ഭയങ്കര തിരക്കായിരുന്നു, അകത്തോട്ട് കയറാൻ പറ്റുന്നില്ലേ. ഞാനും അവിടെ നിന്നിട്ട് കർത്താവെ എനിക്ക് ഇതിലൊരാളാവാൻ പറ്റണേ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. അന്ന് പോലീസ് തിരക്കിക്കൊണ്ട് നടക്കുന്ന മ്യൂസിയത്താണ്, ഞങ്ങൾ അതിർത്തി സ്റ്റേഷൻ മ്യൂസിയമാണ്. അപ്പോൾ ഒരുപാട് ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ച് പേടിച്ചാണ് വന്ന് അവിടെ നിന്ന് ഇത് കണ്ടിട്ട് ഞാൻ അങ്ങ് പോയി. പക്ഷെ അന്ന് തൊട്ട് എൻ്റെ മനസ്സിലൊരു മാറ്റം വന്നു തുടങ്ങി. അങ്ങനെ കുറേശ്ശെ എനിക്ക് എല്ലാ മീറ്റിങ്ങിനും വരാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ദിവസം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും ഇന്നടത്ത് പോലീസ് അറിയും, അല്ലെങ്കിൽ ഞങ്ങളെ ശത്രുക്കൾ അറിയാം. ഇന്നണക്ക് ഒരു സ്ഥലത്തും പോയി 10 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല, ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ കനകക്കുന്നിൽ എന്നും വരാൻ പറ്റില്ല. ഞങ്ങളെ സ്ഥാനം ഞങ്ങൾ ജാഫ്നി എന്നാണ് പറയുന്നത്. ഗുണ്ടുകാർ വിട്ട് ഞങ്ങൾ ആരും പുറത്ത് പോവില്ല. പോവുമെങ്കിൽ 5, 6, 7 പേരുമായിട്ട് വാളും വെട്ടോത്തിയും
ആയിട്ടൊക്കെയാണ് പോകുന്നത്. ഞങ്ങൾ കോടതിയിൽ പോകുമ്പോഴും അതേ കണക്ക് തന്നെ പോകും. തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ എല്ലാ ആഘോഷവും നടത്തും. അങ്ങനെ ഇരുന്നാൽ എനിക്ക് ഇപ്പോൾ എല്ലാ സ്ഥലത്തും സ്വാതന്ത്ര്യമായിട്ട് നടക്കാം. ഇന്ന് മ്യൂസിയത്ത് ആയിരുന്നു നമ്മുടെ പഞ്ചായത്ത് ഈ വടിവാളും വെട്ടുകത്തിയൊക്കെ മാറിയോ? എല്ലാം മാറി. ആരെയും കിട്ടിയില്ലെങ്കിൽ ഭാര്യ വന്ന് ഡെയിലി മദ്യപിച്ചിട്ട് വന്ന്, എനിക്ക് ചാരയ കച്ചവടമാണ് ജോലി. ആദ്യത്തെ ഇത് കഴിച്ചിട്ട് വന്ന് രാത്രിയാകുമ്പോൾ ഭാര്യയെ വെളുക്കുന്നേരം ഉപദ്രവിക്കും. മഴയായിരുന്നെങ്കിൽ പിടിച്ച് പുറത്ത് നിർത്തും. കൊച്ചുങ്ങളെ കരയാൻ പാടില്ല. കൊച്ചുങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് കൊച്ചുങ്ങളെ എല്ലാവരും മഞ്ഞായിരുന്നാലും മഴയായിരുന്നാലും അവരെ വെളിയിറക്കി നല്ല ഇടിയും കൊടുക്കും. ഇടിക്കുന്നത് കൈ കൊണ്ടൊന്നുമല്ല, പടി, ചുടുകട്ടെ, തേങ്ങ പിക്കാസിൻ്റെ പിടിയൊക്കെ എടുത്ത് വെച്ചാണ് അടിക്കുന്നത്. ഇത്രയും ഭീകരമായ ഒരു ജീവിതം എൻ്റെ ജീവിതത്തിലില്ല. യേശുവിനെ അറിഞ്ഞപ്പോൾ വേറെ എന്തൊരു സമാധാനം. എൻ്റെ ഭാര്യ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയത് യേശുവിനെ അറിഞ്ഞ ശേഷവും. എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിച്ചിട്ടേ ഇല്ല, എന്നും ഉപദ്രവവും അല്ലാതെ. ഇപ്പോഴാണ് എൻ്റെ ഭാര്യയെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. ഇന്ന് ഞാൻ വചനം കേൾക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആ വചനത്തിൽ നിന്ന് എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റി. യേശു സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റി. ഇപ്പോഴാണ് എൻ്റെ ഭാര്യ സമാധാനം അറിയുന്നത്, സന്തോഷം അറിയുന്നത്, എൻ്റെ കുടുംബം അറിയുന്നത്. അല്ലെങ്കിൽ എൻ്റെ മക്കളൊന്നും ഒരു സമാധാനം അറിഞ്ഞിട്ടില്ല. ഭാര്യ മക്കളിലൂടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അവരോട് ഞാൻ വന്നേ. മോള് ഈ പപ്പ പറഞ്ഞൊക്കെ ശരിയാണോ? ശരിയാ. എന്തായിരുന്നു നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ? വീട്ടിൽ അച്ഛൻ രാവിലെ കാണില്ല, വൈകുന്നേരം വന്ന സമയം തൊട്ട് അടിയും പിടിയും ബഹളമാണ്. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അഥവാ അച്ഛൻ ഉറങ്ങണമെങ്കിൽ ഞങ്ങളെല്ലാവരും ഒന്നിലും അമ്മ എൻ്റെ പുറത്തിരിക്കണം പോലീസ് എന്നൊക്കെ, അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചെടുത്തും. ശരിയാണോ? ശരിയാണ്. 16 വർഷം സന്തോഷവും സമാധാനം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ യേശു എൻ്റെ ഭർത്താവിനെ തൊട്ട നിമിഷം മുതൽ എൻ്റെ വീടൊരു സ്വർഗമായി മാറി. ഇതാണ് ദൈവരാജ്യം. ഇത് പ്രസംഗിക്കാനാണ് ഞങ്ങളിവിടെ വന്ന്. ആമേൻ. യേശുവിനെ അറിഞ്ഞാൽ മതി. ഞങ്ങളുടെ ഇപ്പോൾ സ്വർഗീയ വിരുന്നിലോ ഒന്നും പോകണ്ട. ക്രിസ്തു വീട്ടിൽ വന്നാൽ മതി. ക്രിസ്തുവിനെ ഒന്ന് സ്വീകരിച്ചാൽ മതി. എല്ലാവർക്കും ഉപദ്രവിയായിരുന്ന നീ എല്ലാവർക്കും അനുഗ്രഹമായി മാറ്റപ്പെടും. ഫിലമോൻ്റെ പുസ്തകം അതിൻ്റെ 11-ാം വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഫിലമോൻ്റെ ലേഖനം ഒരധ്യായമേ ഉള്ളൂ. ആ ഫിലമോൻ്റെ ലേഖനത്തിലെ 1-ാം അധ്യായം, ആ അധ്യായത്തിൻ്റെ 11-ാമത് വചനം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. ഇവിടെ പൗലോസ് ശ്ലീഹ ഫിലമോൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ലേഖനം എഴുതുമ്പോൾ, ഫിലമോൻ എന്ന വ്യക്തിക്ക് ദാസനായിരുന്ന ഒനേസിമോസ് എന്നയാൾ അയാൾക്ക് നഷ്ടം വരുത്തി, അയാളെ വഞ്ചിച്ച് ഒരു തുകയുമായി കടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ നിനക്ക് നിരത്തിയ നഷ്ടം ഞാൻ നികത്തിക്കൊള്ളാം എന്ന് പൗലോസ് ശ്ലീഹ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ യജമാനന് തലവേദനയായിരുന്ന, നാടിന് തലവേദനയായി മാറിയ ഒനേസിമോസ് എന്ന ക്രിമിനൽ താൻ ജയിലിൽ കിടക്കുമ്പോൾ സുവിശേഷ തടവുകാരനായിരുന്ന പൗലോസ് ശ്ലീഹ ആയിരുന്ന തടവിൽ വരുവാൻ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. തടവിൽ കിടക്കുമ്പോഴും തടവിനെക്കുറിച്ച് പരാതി പറയല്ല, മറിച്ച് സുവിശേഷം നിമിത്തം തടവിലായിരുന്ന താൻ തൻ്റെ കൂടെ വന്നു വീണ ക്രിമിനലിനോട് പറഞ്ഞു, എല്ലാവരും നിന്നെ വെറുക്കുന്നെങ്കിലും യേശു നിന്നെ സ്നേഹിക്കുന്നു. എല്ലാവരും നിന്നെ ക്രിമിനലായി കാണുന്നെങ്കിലും യേശു നിനക്ക് വേണ്ടി കൂടെ തൻ്റെ രക്തം ഊറ്റിക്കൊടുത്തു. എല്ലാവരും നിന്നെ ഒരു തലവേദനയായി കാണുന്നെങ്കിൽ യേശു കർത്താവ് നിന്നെ ഒരു അനുഗ്രഹമാക്കാൻ പോകുകയാണ്. നിന്റെ വീടിനും നീ സേവിച്ചു വന്ന നിന്റെ യജമാനനും നീ ഒരു തലവേദനയായിരുന്നെങ്കിൽ, സഹോദര, കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്ത് ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയും കൂടെ. നീ നിരിക്കുന്നത് തടവറയ്ക്കകത്താണെങ്കിലും ഈ തടവറയ്ക്കകത്തേക്ക് നിന്നെ സ്നേഹിച്ചവർക്കും നീ സ്നേഹിച്ചവർക്കും വരാൻ പറ്റില്ല. നീ ആയിരിക്കുന്ന ഈ തടവറയിലേക്ക് നിന്നെ പുറകിൽ നിന്ന് പ്രേരണ ചെലുത്തി കുറ്റങ്ങൾ ചെയ്യിച്ചവർക്കും നിന്നെ കൊണ്ട് മുതലെടുത്തവർക്കും വരാൻ കഴിയില്ല. നിന്നെ ഈ വിധത്തിലാക്കാൻ പ്രേരിപ്പിച്ച പലരും ഇന്ന് പുറത്തു മാറി നിന്ന് നിന്നെ ഹെൽപ്പ് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് നീ തടവറയിലായപ്പോൾ ആർക്കും നിന്നെ കാണാൻ വരാൻ പറ്റുന്നില്ലായിരിക്കാം. എന്നാൽ ഈ തടവറയ്ക്കുള്ളിലേക്കും കടന്നു വരുന്നൊരു ദിവ്യ സ്നേഹം നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അത് മറ്റാരുമല്ല, നിന്റെ നാഥനായ യേശുവിൻ്റെ സ്നേഹമാണ്.
ദൈവപുത്രൻ നിനക്ക് വേണ്ടി കൂടാണ് മരിച്ചത് ഒനേസിമോസേ എന്ന് പറഞ്ഞപ്പോൾ ആ തടവറയ്ക്കകത്ത് കരിങ്കല്ല് പോലുള്ള ഹൃദയത്തിനുള്ളിലേക്ക്, കൊലപാതക ചിന്തയുള്ള ഹൃദയത്തിനുള്ളിലേക്ക്, വൈരാഗ്യം പൂണ്ട ആ കടോര ഹൃദയത്തിനുള്ളിലേക്ക്, ഒനേസിമോസിന്റെ ഹൃദയത്തിനുള്ളിലേക്ക് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അസ്ത്രം കടന്നു ചെന്നപ്പോൾ അവൻ്റെ പാറ പോലുള്ള അന്തരംഗം പൊടിഞ്ഞ് അവനൊരു പുതിയ വ്യക്തിയായി മാറി. ആ ജയിലിൽ വെച്ച് അവൻ അനുതപിച്ച് മുട്ടുമടക്കി ഒരു ദൈവവൈതലായി താൻ മാറിക്കഴിഞ്ഞപ്പോൾ ആ ജയിലിൽ വെച്ച് തന്നെ ഒനേസിമോസ് ആള് മാറി. എല്ലാവർക്കും തലവേദനയായിരുന്നവൻ എല്ലാവർക്കും അനുഗ്രഹമായി മാറി. പക്ഷേ ഈ ഒനേസിമോസ് ജയിലിൽ നിന്ന് വിമോചിതനാകുമ്പോൾ ഇനി പഴയ യജമാനൻ ഇവനെ സ്വീകരിക്കുമോ ഇല്ലയോ ആർക്കറിയാം. കാരണം അയാൾക്ക് ഒത്തിരി വേദന വരുത്തിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒനേസിമോസിൻ്റെ കയ്യിൽ തന്നെ ഒരു കത്ത് കൊടുത്ത് ജയിലിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ താൻ ഒരു കത്തെഴുതി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു വിടുകയാണ്. നിന്നെ നഷ്ടം വരുത്തി, കഷ്ടം വരുത്തി, നിനക്ക് വേദന വരുത്തി, നിനക്ക് പ്രയോജനമില്ലാതെ നിനക്ക് തലവേദനയായിരുന്ന വ്യക്തി ഇന്ന് നിൻ്റെ അടുക്കൽ വരുമ്പോൾ ഒരു മാറ്റമുണ്ട്. അവൻ്റെ ഉള്ളിൽ വേറൊരാൾ കൂടെ ഉണ്ട്, അത് യേശുവാണ്. അവൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന മറ്റൊന്നു കൂടിയുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും പ്രയോജനമുള്ള സഹോദരനായി മാറിയിരിക്കുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവനിനി കേവലം അടിമയല്ല, നിനക്കൊരു നല്ല സഹോദരനായിരിക്കും. മനുഷ്യനെ മാറ്റുവാൻ വന്ന കർത്താവിന് കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വീണ്ടും ഞാൻ വളരെ ഉച്ചത്തിൽ ഈ ദേശത്ത് പ്രസംഗിക്കട്ടെ. യേശു വന്നത് മനുഷ്യനൊരു മതത്തിൻ്റെ നിറം കൊടുക്കാനല്ല, മനുഷ്യനെ മനുഷ്യനാക്കാനാ. ആമേൻ. ഒരു ഭർത്താവിനെ നല്ല ഭർത്താവാക്കാനാ. നമ്മൾ കേട്ടല്ലോ, JP അണ്ണൻ കുണ്ടുകാടിലെ മഹാഗുണ്ടയായിരുന്ന വ്യക്തി രാത്രി കാലങ്ങളിൽ ആ സഹോദരിയെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ 10-16 നീണ്ട വർഷങ്ങൾ വേദന അനുഭവിച്ച സഹോദരി ഈ സ്റ്റേജിൽ കയറി നമ്മോട് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ യേശു വന്നപ്പോൾ ഇന്നെൻ്റെ വീടൊരു സ്വർഗമാണ് എന്ന് വിതുമ്പുന്ന കണ്ണുകളോടെ പറഞ്ഞെങ്കിൽ ഞാൻ പറയട്ടെ, അതിനാണ് യേശു വന്നത്. മനുഷ്യനെ മനുഷ്യനാക്കാൻ, ഭർത്താവിനെ നല്ല ഭർത്താവാക്കാൻ, ഒരു മകനെ നല്ല മകനാക്കാൻ, ഒരു അമ്മാവിയമ്മയെ നല്ല അമ്മാവിയമ്മയാക്കാൻ, ഒരു മരുമകളെ നല്ല മരുമകളാക്കാൻ, ഒരു അയൽവാസിയെ നല്ല അയൽവാസിയാക്കാൻ, ഒരു ഉദ്യോഗസ്ഥനെ നല്ല ഉദ്യോഗസ്ഥനാക്കാൻ, നാടിന് തലവേദനയായി മുടിക്കുന്ന കൈക്കൂലി വാങ്ങുന്ന ഒരുവനായിരിക്കാൻ യേശുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിക്ക് സാധിക്കത്തില്ല. യേശുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി ഒരു ഓഫീസിലാണോ ജോലിക്ക് കള്ളത്തരം കാണിക്കാൻ ഒക്കത്തില്ല, നീ അവിടെ വിശ്വസ്തനായിരിക്കും. ആമേൻ. യേശു കർത്താവ് അകത്ത് വന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ദേശത്തെ വെറുക്കാൻ പറ്റില്ല, ഒരിക്കലും ദേശത്തിനെതിരായി ചിന്തിക്കാനൊക്കില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവിൽ വിശ്വസിച്ച മക്കളോട് പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങൾ അനുഗ്രഹമായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവമാ തീരുമാനിക്കുന്നത് ഏത് മനുഷ്യൻ എവിടെ പറക്കണം, അവൻ ഓരോ മനുഷ്യർക്കും നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ ദൈവവചനം നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഇന്ത്യയിൽ ഞാൻ ആയിരിക്കണമെന്നും നിങ്ങളായിരിക്കണമെന്നും ദൈവഹിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ഒരു ഇന്ത്യക്കാരനാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ രാജ്യത്തിൻ്റെ കൊടി ഉയർന്നു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവവചനം പറയുന്നു, നീ ആയിരിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടാൻ നീ പ്രാർത്ഥിക്കണം. നീ എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന എൻ്റെ ജനം തങ്ങളുടെ പാപവഴികളെ വിട്ട് എങ്കിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവരുടെ ദേശത്തിന് ഞാൻ സൗഖ്യം വരുത്തും. ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ ഒന്നിച്ച് യേശുവിൻ്റെ നാമം ഉയർത്തുമ്പോൾ നമ്മുടെ നാട് അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും, വീടുകൾ സമാധാനം പുലരും, വ്യക്തികൾ നല്ലവരായി മാറും, നമ്മുടെ നാട് അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആകയാൽ നിങ്ങളുടെ ദേശത്ത് സ്വസ്ഥതയും സമാധാനവും പുലരുവാൻ ദൈവമക്കൾ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റോമർ 13 പറയുന്നു, ദൈവത്തിൽ നല്ലാതെ ഒരധികാരവുമില്ല. ഇവിടെ പല രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവരുണ്ടായിരിക്കാം, നമ്മൾ വോട്ട് ചെയ്തത് പലർക്കായിരിക്കാം, എന്നാൽ അധികാരത്തിൽ വന്നത് ആരുമാകട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവമത്രേ ആ വ്യക്തിയെ അധികാരത്തിലാക്കിയത്. ആകയാൽ ആ വ്യക്തിക്ക് കീഴ്പ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ മുഖ്യമന്ത്രിക്കും നമ്മുടെ കൗൺസിലർമാർക്കും എന്തിനേറെ നമ്മുടെ മുകളിലാക്കപ്പെട്ട സകല അധികാരികളും ദൈവത്തിൽ നിന്നുള്ളവരാ. അവർക്ക് നമ്മൾ കീഴ്പ്പെടണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. റോമർ 13 വീണ്ടും പറയാണ്, ദേശത്തെ ചുങ്കം കൊടുത്തോണം, ടാക്സ് കൊടുക്കണം, ഒരു വേണ്ടാധീനവും കാണിക്കരുത്, ദേശത്തിന് നീ അനുഗ്രഹമായിരിക്കണം. ഒരു ദൈവ പൈതൽ ഒരു രാജ്യത്തിന് അനുഗ്രഹമായിരിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. മുമ്പേ പ്രയോജനമില്ലാത്തവൻ, മുമ്പേ വെട്ടിപ്പുകാരൻ, മുമ്പേ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവൻ, മുമ്പേ സ്വന്തം നാടിനെതിരെ പ്രവർത്തിച്ചവൻ, യേശു വന്നാൽ സ്വന്തം നാടിനെ അനുഗ്രഹിക്കും. മുമ്പേ അവൻ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ എനിക്കും നിനക്കും പ്രയോജനമുള്ളവനായി മാറും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലും അനേക കഠോര ഹൃദയമുള്ളവർ മാറിയത് നമ്മൾ വായിക്കുന്നു. നമ്മൾ പലപ്പോഴും മനുഷ്യർ കുഴപ്പങ്ങൾ കാണിക്കുമ്പോൾ, കൊലപാതകികളാകുമ്പോൾ, ഗുണ്ടകളാകുമ്പോൾ, ക്രിമിനലുകളാകുമ്പോൾ, മദ്യപാനികളാകുമ്പോൾ, വീട്ടിൽ സമാധാനം കൊടുക്കാതിരിക്കുമ്പോൾ അവരുടെ കുറ്റമാണ് നമ്മൾ കരുതും. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാക്കുന്നു, അവരെ പ്രേരിപ്പിച്ചൊരു ദുഷ്ടശക്തിയുണ്ട്. അത് തിരുവചനം മാത്രമല്ല, ലോകത്തിലെ മനുഷ്യർക്കൊക്കെ അറിയാം. ഒരു മനുഷ്യൻ വല്ലാത്ത ദുസ്വഭാവങ്ങൾ കാട്ടിയാൽ നമ്മൾ ചോദിക്കും, നിനക്കെന്താ ബാധ കൂടിയിരിക്കുകയാണോ? യെസ്, ബാധ കൂടിയിരിക്കുകയാണ്. മനുഷ്യർക്കെല്ലാം അറിയാം, മനുഷ്യൻ്റെ സ്വഭാവം മാറ്റുന്ന ദുർബാധയുണ്ട്, പൈശാചിക ശക്തിയുണ്ട്. മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും നശീകരണ പ്രവർത്തനങ്ങളെ, ആത്മഹത്യാ ചിന്തകളുടെയും, സ്വയം മുറിവേൽപ്പിക്കുന്ന, സ്വയം നശിക്കാൻ നോക്കുന്ന, മറ്റുള്ളവരെ തകർക്കുന്ന കൊലപാതക ചിന്തകൾ കൊണ്ടുവരുന്ന ആരിലും നോക്കിയാട്ടെ, അതൊരു ദുഷ്ടശക്തിയാണ്. എന്നാൽ ഞാനൊരു വലിയ സത്യം പറയാം, പിശാചുക്കൾ മുട്ടുമടക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിലാണ്. എല്ലാ നാമവും ആ നാമത്തിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കും. യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടും. അതുകൊണ്ടാണ് കർത്താവായ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യഹൂദ പള്ളികളിൽ വന്നപ്പോൾ, അവിടെ വലിയ പാരമ്പര്യം പറയേണ്ടുന്നവരുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു, പള്ളിയിൽ പോകുന്നവരായിരുന്നു. എന്നാൽ പള്ളിയിൽ പോകുമ്പോൾ പോലും അവരിൽ പലരും ഭക്തരായിരുന്നെങ്കിലും അവരുടെ പലരുടെ ഉള്ളങ്ങളിൽ ദുഷ്ടശക്തികൾ ആവസിച്ചിരുന്നു. യേശുവിനെ കണ്ട മാത്രയിൽ, ഞാൻ വീണ്ടും വിളിച്ചു പറയട്ടെ, യേശു മനുഷ്യരിലൊരു മനുഷ്യനല്ല, അവൻ ദൈവപുത്രൻ മനുഷ്യനായി വന്നവനാ, വചനം ജഡമായി തീർന്നവനാ. ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരുടെയും രക്തം പാപരക്തം ഓടുമ്പോൾ പാപമില്ലാതൊരുവൻ ഇവിടെ പിറന്നെങ്കിൽ അത് യേശു മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഭൂതങ്ങൾ അലറി വിളിച്ചിട്ട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ, നിന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾക്കാകുന്നില്ല. യേശുവിനെ ഈ കുറ്റം വിധിച്ച, അതേ ശിക്ഷ വിധിച്ച പീലാത്തോസ് അവനെ വിസ്തരിച്ചിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ ആദ്യം ദുഷിച്ചെങ്കിലും അവൻ അല്പം കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ദിവ്യ സ്നേഹം സ്മരിക്കുന്നത് കണ്ടപ്പോൾ ആ കള്ളൻ വിളിച്ചു പറയുക, ഞങ്ങളോ ന്യായമായതിന് ശിക്ഷ അനുഭവിക്കുന്നു, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരിക്കൽ യേശു തന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളിൽ ആർക്ക് എനിക്ക് പാപത്തിൻ്റെ ബോധം തരുവാൻ കഴിയും? അവനിൽ പാപമില്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ശ്ലീഹ പറയുമ്പോൾ അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. എന്നാൽ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവനൊരു അകൃത്യയാഗമായി പാപമില്ലാത്തൊരു കുഞ്ഞാടിനെ, ഊനമില്ലാത്തൊരു കുഞ്ഞാടിൻ്റെ മേൽ യഹൂദന്മാർ പാപം ചുമത്തി അതിനെ ഒരു ബലിയാടാക്കി അതിനെ തകർത്ത് നമുക്ക് പകരം ബലിയാക്കുന്നത് പോലെ ദൈവം തമ്പുരാൻ മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയ പാപമില്ലാത്ത ദിവ്യ കുഞ്ഞാടത്രേ കർത്താവായ യേശു ക്രിസ്തു. അതൊരു മതത്തിന് വേണ്ടിയല്ല, യഹൂദന് വേണ്ടിയല്ല, ക്രൈസ്തവന് വേണ്ടിയല്ല, മനുഷ്യനായി പിറന്ന സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒരു തിരുബലി ദൈവം ഒരുക്കി. അതത്രേ യേശു ക്രിസ്തു. പഴയ നിയമകാലത്ത് പല ആടുകളെയും അതേ പല മൃഗങ്ങളെയും വെട്ടി യാഗം കഴിച്ചെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ ലോകത്തിൽ നടത്ത ഒരു യാഗവസ്തുവിനും, ഒരു ബലിമൃഗത്തിനും, ഒരു കാഴ്ചയ്ക്കും, ഒരു നേർച്ചയ്ക്കും മനുഷ്യൻ്റെ പാപം മാറ്റാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം തന്നെ ഒരു പാപപരിഹാര ബലി ഒരുക്കി. ആമേൻ. പല വേദചിന്തകളിലും അങ്ങനെ തന്നെയുണ്ട്. ലോകത്തിലെ യജ്ഞങ്ങൾ, ലോകത്തിലെ യാഗങ്ങൾക്കെല്ലാം പരിമിതിയുണ്ട്. എന്നാൽ ദൈവം തന്നെ മാനവജാതിക്ക് വേണ്ടി യജ്ഞമായി തീരും എന്ന സൂചനകൾ പല വേദഗ്രന്ഥങ്ങളിലും ഉണ്ടെന്നുള്ളത് മറക്കരുത്. ദൈവത്തിൻ്റെ മക്കളെ, ദൈവം തന്നെ മനുഷ്യനായി വന്ന് പാപമില്ലാത്തവനായി കന്യകയിലൂടെ ഇവിടെ വന്ന് മനുഷ്യൻ്റെ പാപരക്തം തന്നെ ലോടാതെ എൻ്റെയും നിങ്ങളുടെയും പാപം വഹിക്കുന്ന കുഞ്ഞാടായി. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുതാൻ സ്നാനത്തിനായി യോർദാനിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പാപമെന്നല്ല, മുഴുവൻ ലോകത്തിൻ്റെയും പാപം. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾ, സ്നേഹിത, നിന്റെ പാപവും നിന്റെ പാപവും നിന്റെ പാപവും, സഹോദരി നിന്റെ പാപവും, കുഞ്ഞെ നിന്റെ പാപവും, നീ ചെയ്ത തെറ്റുകൾ, നിന്റെ പിതാക്കന്മാർ ചെയ്ത അകൃത്യവും, സാത്താൻ നിന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ നീ തെറ്റുകാരൻ, നീ പാപി എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ, നിന്റെ മനസാക്ഷി നിന്നെ കുറ്റം ചുമത്തുമ്പോൾ, മനസാക്ഷിയിൽ നിന്ന് പോലും സകല പാപവും മാറ്റിക്കളയുന്ന കുഞ്ഞാടിൻ്റെ തിരു രക്തത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. അതാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എബ്രായ ലേഖനകാരൻ പറയുമ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ നിന്ന് പോലും കുറ്റം മാറിപ്പോവും. ഓരോ മിനിറ്റും എന്നോട് പറയും, നീ തെറ്റ് ചെയ്തവനാ, നീ കൊലയാളിയാ, നീ കുഴപ്പക്കാരനാ, നീ കുറ്റക്കാരനാ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുവിൻ്റെ രക്തം മനസാക്ഷിക്കകത്തുനിന്ന് പോലും പാപത്തിൻ്റെ ചിന്ത മാറ്റി, നിൻ്റെ അകത്ത് ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ കുഴപ്പക്കാരനാണല്ലോ മാറ്റി, ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാ എന്നുള്ള ഉറപ്പ് തരും. അങ്ങനെ അത്രേ യേശു പാപം മോചിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിന്റെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും
ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കും. ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു പാട്ടുണ്ട്. ഓ ദ ബ്ലഡ് ഓഫ് ജീസസ് ഇറ്റ് വാഷസ് വൈറ്റർ ദാൻ സ്നോ. ഹിമം പോലെ വെളുപ്പിക്കും. ഓ ദ ബ്ലഡ് ഓഫ് ജീസസ്, ഓ ദ ബ്ലഡ് ഓഫ് ജീസസ്, ഓ ദ ബ്ലഡ് of Jesus, it washes whiter than snow. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധമാക്കിയിടും. ആ ക്ഷമയുടെ അത്ഭുത ശക്തി ഇന്ന് രാത്രിയുടെ വ്യാപരിക്കുന്നു. നമ്മുടെ തിരുവചനത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് വായിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് ഒരു നല്ല ചെറുപ്പക്കാരൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയായി. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ ആ മനുഷ്യൻ എല്ലാവരെയും ഉപദ്രവിക്കുമായിരുന്നു, സ്വയം ഉപദ്രവിക്കുമായിരുന്നു. എന്നാൽ അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മളൊക്കെ ക്രിമിനലുകളെ കാണുമ്പോൾ ഇവൻ കുഴപ്പക്കാരൻ, ഇവൻ അഴുക്കൻ എന്നൊക്കെ നമ്മൾ പറയും. അല്ല സഹോദര, നമ്മളങ്ങനെ ആകാഞ്ഞത് നമ്മൾ വളർന്ന സാഹചര്യം കൊണ്ടായിരിക്കും. പല ക്രിമിനലുകളുടെയും പശ്ചാത്തലം പഠിച്ചാൽ അവൻ്റെ മാതാപിതാക്കൾ വിഷയത്തിലായിരുന്നു, അവന് വീട്ടിൽ സ്നേഹം കിട്ടിയില്ല, അവൻ വഴിതെറ്റിപ്പോയി. ഞാനും നിങ്ങളും നല്ല വഴിയിൽ ജീവിച്ചു. യേശു കർത്താവ് ഒരിക്കലും ഒരു ക്രിമിനലിനെയോ തെറ്റുകാരനെയോ ഒരു അശുദ്ധൻ പാപി എന്ന നിലയിൽ കണ്ടില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ പരീശന്മാർ യേശുവിനെ കളിയാക്കി, ഇവൻ പാപികളുടെ സ്നേഹിതൻ, ഇവൻ ചുങ്കക്കാരുടെ ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, രോഗിക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ തെറ്റുപറ്റിയവർക്കും എല്ലാവരും കൈവിടപ്പെട്ടവർക്കും ഞാനുണ്ട്. സ്കൂൾ പഠനകാലത്ത് എല്ലാവർക്കും നല്ല പയ്യനായിരുന്നു ഞാൻ. കോളേജിൽ കയറിയപ്പോൾ ഒരു കഠോരനായി മദ്യത്തിനും മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. കൊള്ളരുതാത്ത വഴിയിൽ ഈ തിരുവനന്തപുരത്ത് മദ്യപിച്ച് ലക്കുകെട്ട് പോലീസിൻ്റെ പിടിയിൽപ്പെട്ട അടികൊണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ബോധമില്ലാതെ നിന്ന രാത്രി ഞാൻ ഓർക്കുന്നു. ഞാൻ എന്നെ ഇന്നിവിടെ നിർത്തിയിരിക്കുമ്പോൾ സമാധാനമില്ലാതെ എൻ്റെ വീട്ടുകാർ എന്നെ ചൊല്ലിക്കരഞ്ഞെങ്കിൽ 1984 യേശു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ഒരു പുതിയ വ്യക്തിയായി. ഞാൻ സ്വയം മാറിയതല്ല കേട്ടോ, ആർക്കും മാറാനൊക്കത്തില്ല. മനുഷ്യൻ കൊലപാതകയാകുന്നത്, കുഴപ്പക്കാരനാകുന്ന അവൻ സ്വയം അങ്ങനെ ആകാൻ ആരും ആഗ്രഹിച്ചില്ല. നിങ്ങളിവിടെ ജയിലുകളിൽ കിടക്കുന്ന ആരോടെങ്കിലും ചോദിച്ചു നോക്ക്, ഒരു കൊലപാതകയാകാൻ നിങ്ങൾ ആഗ്രഹിച്ചോ? ഇല്ല. ഞാനൊരു ഡോക്ടറാകാൻ ആഗ്രഹിച്ച ആളാണ്, ഞാൻ പഠിച്ച് ഉന്നതങ്ങളിൽ ചെല്ലണമെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷെ അറിയാതെ ചില കൈകളിൽ ഞാൻ പെട്ടുപോയി, ഞാൻ തകർന്നു, ഞാൻ ഇവിടം വരെ എത്തി. അവനെ ഒരു ദുഷ്ടശക്തി ബാധിച്ചതായിരുന്നു. ആ ദുഷ്ടശക്തി മുട്ടുമടക്കുന്നത് ഒരൊറ്റ നാമത്തിന് മുമ്പിലാണ്, അത് യേശുവിൻ്റെ നാമത്തിൽ. എല്ലാവരും യേശുവിൽ ആശ്രയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സമയത്ത് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിൽ വരികയാണ്. നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട്. ആ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് നിങ്ങളുടെ പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ തൊട്ടരികിലുണ്ട്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ആ രോഗികളെ കർത്താവ് സൗഖ്യമാക്കും, ബന്ധനസ്ഥരെ അവൻ വിടുവിക്കും. അത്ഭുതങ്ങൾ ചെയ്യുന്നവനായി യേശു. അതുകൊണ്ട് നമുക്ക് ആ അത്ഭുതങ്ങളിൽ ഒന്ന് വിശ്വസിച്ച്, നിങ്ങൾ ഇപ്പോൾ വാസ്തവത്തിൽ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചല്ലേ ഇരിക്കുന്നത്. ആ സാമ്പത്തിക മേഖലയിൽ ആ പൈസയുടെ കാര്യത്തിൽ ഒരു അത്ഭുതം നടന്നാലല്ലേ ഇനി ഭാവിയിൽ ആ ജീവിതം സുഗമമായിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ. ആ രോഗം അത്ഭുതകരമായിട്ട് സൗഖ്യമായാലല്ലേ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ കർത്താവ് നിശ്ചയമായിട്ടും അത് തരും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ പറയുന്നത്, കാൽമുട്ടുകളിൽ നീരും വേദനയുമായിട്ട് ഭാരപ്പെട്ട് കാല് മുട്ട് മടക്കാനും നിവർക്കാനും വയ്യാതെ സ്റ്റെപ്പുകൾ കയറുമ്പോഴും സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോഴും വളരെ വേദനയാൽ ഭാരപ്പെടുന്ന ഒരുപാട് പേര്, ഒന്നിലധികം പേരെന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ ആ വലതുകരം ആ കാൽമുട്ടുകളുടെ മേൽ, നിങ്ങളുടെ കരം, 2 കരം 2 മുട്ടിനും പ്രയാസമാണെങ്കിൽ ആ 2 കരങ്ങളും ആ മുട്ടിൻ്റെ മേലൊന്ന് വെച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ നിങ്ങളുടെ കൈക്കടിയിൽ വെച്ച് ഇപ്പോൾ തന്നെ ആ നീര് വലിഞ്ഞു മാറും. പൂർണ്ണമായ സൗഖ്യം എൻ്റെ കർത്താവ് തരും. അത്ഭുതം അവിടെ നടക്കാൻ പോവുക. അതൊന്ന് വിശ്വസിക്കുക. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെടുകയാണ്. കർത്താവെ, ഇന്ന്
ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ കാൽമുട്ടുകളുടെ വേദനകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ആ നീര് ഇപ്പോൾ തന്നെ വലിഞ്ഞു മാറട്ടെ. പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ തന്നെ ആ മുട്ടുകളുടെ മേലുണ്ടാകട്ടെ. വേദന മാറി പൂർണ്ണമായ ചലന സ്വാതന്ത്ര്യം ആ മുട്ടുകൾക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കണ്ണുകളുടെ തിമിരം ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമായി പോട്ടെ. കണ്ണിൻ്റെ കാഴ്ച തകരാറുകൾ മാറി ആ കണ്ണുകൾ തെളിഞ്ഞു വരട്ടെ. കാഴ്ച വ്യക്തമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുക, ഇപ്പോൾ തന്നെ കണ്ണുകൾ തുറന്നു വരട്ടെ. കർത്താവെ, ക്യാൻസർ രോഗികൾ കേൾക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ ട്യൂമറുകൾ അപ്രത്യക്ഷമായി പോകട്ടെ. ക്യാൻസർ ഉള്ള മുഴകൾ, ക്യാൻസറായിരിക്കുന്ന മുഴകൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമായി പോകട്ടെ. പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ആ പ്രിയപ്പെട്ടവരുടെ മേൽ ഞാൻ കൽപ്പിക്കുക. കർത്താവെ, അവിടുന്ന് അത്ഭുത വിടുതൽ നൽകുന്നതിനായി നന്ദി. കർത്താവാണല്ലോ ഞങ്ങൾക്ക് ഈ അധികാരം തന്നത്. പ്രാർത്ഥിപ്പാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, രോഗങ്ങളെ ശാസിപ്പാൻ ആ അധികാരം തന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. അധികാരം ഇപ്പോൾ തന്നെ അവിടെ നടപ്പിൽ വന്നിരിക്കാലും കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നു. കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ. ആ ജോലിയുടെ വിഷയത്തിന്മേൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെല്ലാവരെയും വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇന്ന് രാവിലെ 10 പിറവത്ത് 2015 ഫെബ്രുവരി 7 ശനി, മാം ഓഡിറ്റോറിയം. യേശുവിൽ ശാപവിമുക്തി തൃശ്ശൂരിൽ കാസനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. യേശുവേ, 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 യേശുവേ. സ്വന്തമാക്കിയോനെ, ഞാൻ നിന്റെ മാത്രമാണേ.